വൺ പീസ് ആനിമെ സ്കൈപിയ സാഗ 15ാം ഭാഗത്തിലേക്ക് സ്വാഗതം. സ്കൈപിയയിലെ യുദ്ധം തകൃതിയിൽ പുരോഗമിച്ചു. റോബിൻ പുരാതന നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തെത്തി. അവൾ ആ നഗരത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ച ഒരു അനുസ്മരണശില കണ്ടെത്തി. നഗരത്തിന്റെ പതനത്തിന് ശേഷം അവിടുത്തെ പിൻഗാമികൾ പണിതതായിരിക്കാം അത്. ഷാൻഡോറ, അതായിരുന്നു ആ പുരാതന നഗരത്തിന്റെ പേര്. വർഷം 402. അത് 1100 വർഷം മുൻപാണ്. അപ്പോൾ ഏകദേശം 800 വർഷം മുൻപായിരിക്കാം ഈ നഗരം നശിച്ചത്. അപ്പോൾ ഇത് ചരിത്രത്താളുകളിൽ എവിടെയും കുറിക്കാത്ത വോയിഡ് സെഞ്ചുറി എന്ന കാലഘട്ടത്തിൽ പെടും. ചിലപ്പോൾ ഈ ദ്വീപിന് കീഴ്ലോകത്ത് നിന്ന് നഷ്ടമായ ആ പറയപ്പെടാത്ത ചരിത്രത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം. റോബിൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഇതിൽ ഷാൻഡോറയുടെ മുഴുവൻ മാപ്പുമുണ്ട്. ചിലപ്പോൾ നിഷിദ്ധമായ ചരിത്രത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ സൂചന കിട്ടിയേക്കാം. ഈ നഗരത്തിന്റെ നടുക്ക് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. റോബിൻ തിരിഞ്ഞു നോക്കിയപ്പോൾ യാമ വന്നു നിൽക്കുന്നു. ഹലോ ക്യൂട്ടി പായ്, നീ ദൈവത്തിന്റെ കയ്യാളാണോ എന്ന് റോബിൻ ചോദിച്ചു. കയ്യാളോ? വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്ക്. ഞാൻ ഗോഡനറുവിന്റെ ഡിവൈൻ കമാൻഡറായ യാമയാണ്. അതിന് നീ എന്താ ഇവിടെ വന്നത്? ഡിവൈൻ കമാൻഡർ? ചിലച്ചത് മതി. ചോപ്പർ ഞെട്ടിത്തേച്ച് ഗഡാറ്റ്സുവിന്റെ മുന്നിൽ നിൽപ്പായിരുന്നു. കണ്ണ് പിറകിലോട്ടാക്കി കളഞ്ഞ ഗഡാറ്റ്സു ചോപ്പറിന് വേണ്ടി ചുറ്റും നോക്കി. ഒളിച്ചിരിക്കുവാണോ? ഇയാളുടെ കണ്ണുരുട്ടി തലയ്ക്കകത്തേക്ക് കയറ്റി വെച്ചേക്കുക. എന്തുവാ ഇത്? കണ്ണങ്ങനെ വെച്ചാൽ ശത്രുവിനെ കാണാൻ പറ്റില്ല ഗഡാറ്റ്സു സമ എന്ന് സോൾജർ വിളിച്ചു പറഞ്ഞു. ശത്രു? ആ, നിങ്ങളും പുരോഹിതനാണോന്ന് ചോപ്പർ ചോദിച്ചു. തീർച്ചയായും ഹെസോ, എന്റെ പേരാണ് സ്കൈപങ്ക് ഗഡാറ്റ്സു, മഹാനായ ദൈവം എനറവിന്റെ പുരോഹിതൻ. അപ്പർയാർഡിലെ സ്വാംബോർഡിലിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. എന്തായാലും പറയടാ വേണ്ടിയെന്ന് ചോപ്പർ. ഗഡാറ്റ്സു അതെല്ലാം മനസ്സിലായിരുന്നു പറഞ്ഞത്. ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ അവൾ കേൾക്കില്ല ഗഡാറ്റ്സു സമ എന്ന് സോൾജർ വിളിച്ചു പറഞ്ഞു. നിന്റെ അടിതെറ്റാറെ നീ നോക്കണം. ഈ ഏരിയ എന്റെ ടെറിട്ടറിയായി കഴിഞ്ഞിരിക്കുന്നു. നിന്നെ വലയം ചെയ്തിരിക്കുന്നത് മുഴുവൻ ചതുപ്പ് മേഘങ്ങളാണ്. ഒരു തവണ ഒന്നിൽ പെട്ട് കഴിഞ്ഞാൽ നിനക്ക് സ്വയം രക്ഷപ്പെടാനാവില്ല. ഇവിടെ സർവൈവൽ റേറ്റ് വെറും 50% മാത്രമാണ്. സ്വാംബോർഡിൽ വിട്ടി, ഇതെന്റെ മേൽ ഫലിക്കില്ല. പെട്ടെന്ന് ഗഡാറ്റ്സുവിന്റെ ഷൂവിൽ നിന്നും എനർജി വന്ന് ഗഡാറ്റ്സു ആകാശത്തിലേക്ക് പറന്നുയർന്നു. അയ്യോ, അടിപൊളിന്ന് ചോപ്പർ. അങ്ങേര് ഷൂവിൽ നിന്ന് എന്തോ പുറപ്പെടുവിച്ചുകൊണ്ടാ പറക്കുന്നേ. ചോപ്പർ വണ്ടടിച്ചു നിന്നു. അപ്പോൾ ഗഡാറ്റ്സുവിന്റെ കയ്യിൽ നിന്നും അത് പുറത്തു വന്നു. ഒരു തനുക്കി എനിക്കൊരു പ്രശ്നമായിരിക്കില്ല. അയാളുടെ കയ്യിൽ നിന്നും വന്ന സാധനം കൊണ്ട് ഒരു മേഘം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇന്നാ പിടിച്ചോ, സ്വാം ക്ലൗഡ് ബർഗർ എന്ന് പറഞ്ഞ് ഗഡാറ്റ്സു അത് ചോപ്പറിന് നേർക്കെറിഞ്ഞു. ഈ മേഘത്തിന്റെ ഭാരവും ചതുപ്പിന്റെ ഗുണഗണങ്ങളും കൊണ്ട് ഇതിലൊന്ന് തൊട്ടാൽ നിനക്കിനി ജീവിക്കാനാവില്ല. പക്ഷെ ആ ക്ലൗഡ് വന്ന് വീണത് സൈഡിൽ നിന്ന ഡിവൈൻ സോൾജറിന്റെ മണ്ടയിലായിരുന്നു. അതിൽ തല കുടുങ്ങി അയാൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഊരി മാറ്റാനും സാധിക്കുന്നില്ല. ചോപ്പറിന് ഞെട്ടലായിരുന്നു. അതെ, ഇതൊരു മേഘവാ. ഊരാൻ നോക്കിയാലും കൈ കുഴിഞ്ഞ് അകത്തേക്ക് പോകത്തേ ഉള്ളൂ. ശ്വാസം മുട്ടിയ ഡിവൈൻ സോൾജർ നിലത്തിരുന്നുപോയി. എത്ര കിടന്ന് പിടയുന്നുവോ അത്രയും അതിന്റെ അകത്തേക്ക് പോകും. ഡിവൈൻ സോൾജർ അതിന്റെ അടിയിൽപ്പെട്ട് വീണു. അയാളെ സഹായിക്കണമെന്ന് ചോപ്പർ തിരിച്ചറിഞ്ഞു. നീ അവിടെ ഉണ്ടല്ലേ തനക്കി? ഗഡാറ്റ്സ് ഉടനെ മറ്റൊരു സ്വാം ക്ലൗഡ് ചോപ്പറിന് നേർക്കെറിഞ്ഞു. കാറിക്കൊണ്ട് അത് ഒഴിഞ്ഞു മാറി ഓടിച്ചെന്ന ചോപ്പർ ഡിവൈൻ സോൾജറിന്റെ കാലിൽ പിടിച്ച് വലിച്ചവനെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് രൂപം മാറി വലുതായി അവന്റെ വയറ്റിൽ ശക്തിയായി ഇടിച്ച് വെള്ളമെല്ലാം തുപ്പിച്ചു. സോൾജറിന് ബോധം തിരിച്ചു കിട്ടി. നന്നായി, താൻ ഓക്കെ ആണല്ലോ. എണീറ്റ് വന്ന സോൾജറിന് ചോപ്പർ തന്നെ രക്ഷിച്ചെന്ന് വിശ്വസിക്കാനായില്ല. ഗഡാറ്റ്സ് വന്ന് താഴെ നിന്നു. ശത്രുവിനാൽ രക്ഷിക്കപ്പെടുന്നു, കഷ്ടം തന്നെ. എന്നിട്ട് നീ ദൈവത്തെ സേവിക്കുന്നവനാണ് പോലും. താൻ എന്നെ കൊല്ലാൻ നോക്കിയിട്ടും ഇതാണോ പറയുന്നേ? നിന്നെ ഞാൻ ഒരിക്കലും സേവിക്കില്ല എന്ന് അരിശം കയറിയ ഡിവൈൻ സോൾജർ പറഞ്ഞു. ആക്സ് ഡയൽ കൊണ്ട് അവൻ ആക്രമിക്കാൻ തയ്യാറായി. അവന്റെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ ചോപ്പറും. ശരിയെങ്കിൽ എന്നിട്ട് ഉടനെ ജെറ്റ് വഞ്ച് എന്ന് പറഞ്ഞ ഗഡാറ്റ്സു സോൾജറിനെ ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. അവൻ പോയി ഒരു കെട്ടിടത്തിൽ ഇടിച്ച് വീണു. ചോപ്പർ അത് കണ്ട് പേടിച്ചു പോയി. ഗഡാറ്റ്സു ചോപ്പറിന്റെ തൊട്ടടുത്ത് തന്നെ വന്ന് നിന്നിരുന്നു. വിനാശകാരിയായ ജെറ്റ് ഡയൽ. ഇതുകൊണ്ട് നിങ്ങളുടെ പഞ്ചിന്റെ വേഗത കൂട്ടുവാണെങ്കിൽ എതിരാളിക്ക് സ്വന്തം തോൽവി അറിയാൻ പോലുമുള്ള സമയം ലഭിക്കില്ല. ജെറ്റ് ഡയൽ അവന്റെ കൈമുട്ടിലായിരുന്നു പിടിപ്പിച്ചിരുന്നത്. ഇത് തുണി കീറിക്കളയുമെന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുമുണ്ട്. ചോപ്പർ ഞെട്ടിത്തരിച്ച് നിൽപ്പായിരുന്നു. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെ ഞാൻ ചത്ത് എന്ന് ചോപ്പർ തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ ചോപ്പർ ഗഡാറ്റ്സുവിന്റെ അടുത്ത് നിന്നും ഓടി. പക്ഷെ നേരെ ഓടിച്ചെന്നപ്പോൾ ഗഡാറ്റ്സു മുന്നിൽ നിൽക്കുന്നു. നീ എവിടെ പോകുവാണ് തനുക്കി?
ഗരാഡ്സു അടുത്ത ജെറ്റ് പഞ്ചിന് തയ്യാറായി. ചോപ്പർ പെട്ടെന്ന് തന്നെ റമ്മിൾ ബോൾ കഴിച്ച് ജമ്പിംഗ് പോയിന്റ് എടുത്ത് ആ പഞ്ച് ഉയർന്നു ചാടി ഡോഡ്ജ് ചെയ്തു. ഗരാഡ്സു അവന്റെ പിറകെ പറന്നു. റമ്പിൾ ബോള് 3 മിനിറ്റ് നീണ്ടു നിൽക്കും, ഈ സമയത്തിനുള്ളിൽ രക്ഷപ്പെടണം. അപ്പോ നീ സോവൻ ടൈപ്പ് ആയിരുന്നല്ലേ? ചോപ്പർ തിരിഞ്ഞു നോക്കിയപ്പോ ഗഡാഡ്സ് തൊട്ടരികിൽ. അവൻ അടുത്ത ജെറ്റ് പഞ്ച് എറിഞ്ഞു. ചോപ്പർ ഹെവി പോയിന്റ് ഉപയോഗിച്ച് രൂപം മാറി അത് ഒഴിഞ്ഞു മാറി താഴോട്ട് വീണു. ഉടനെ ഗഡാഡ്സ് ചോപ്പറിന് നേർക്ക് സ്വാമ്പ് ക്ലൗഡ് എറിഞ്ഞു. ചോപ്പർ ഗാർഡ് പോയിന്റ് ഉപയോഗിച്ച് രൂപം മാറി അത് തട്ടിത്തടഞ്ഞ് വഴി മാറ്റി വിട്ടു. ഗഡാഡ്സു അത് കണ്ട് പിറകെ പറന്നു. ചോപ്പർ ബ്രെയിൻ പോയിന്റിലേക്ക് മാറി. എന്നിട്ട് സ്കോപ്പ് ഉപയോഗിച്ച് ഗഡാഡ്സുവിന്റെ വീക്ക് പോയിന്റ്സിന് വേണ്ടി വേഗം തിരഞ്ഞു. എന്നാൽ കുതിച്ചെത്തിയ ഗഡാഡ്സു ചോപ്പറിനെ മുഖത്തടിച്ച് തെറിപ്പിച്ചു. ചോപ്പർ ശക്തിയായി നിലം പതിച്ചു. അവൻ ഗാർഡ് പോയിന്റ് ഉപയോഗിച്ചിരുന്നുവെങ്കിലും അതവന് നല്ലതുപോലെ ഏറ്റിരുന്നു. യാമ റോബിനെ ആക്രമിച്ചു. അവൾ ഒഴിഞ്ഞു മാറിപ്പോയി നിന്നു. ഈ സ്ഥലം എന്താണെന്ന് നിനക്കറിയുമോ? ഇവിടെ നശിപ്പിക്കരുത് എന്ന് റോബിൻ പറഞ്ഞു. പഴയ അവശിഷ്ടങ്ങൾ ഓർത്ത് പരിഭ്രമിക്കുന്നതിന് പകരം സ്വന്തം കാര്യമോർത്ത് പേടിക്കാനെന്ന് യാമ പറഞ്ഞു. യാമ പിന്നെയും റോബിനെ ഇടിച്ചു. അവൾ അതൊക്കെ ഒഴിഞ്ഞു മാറി. എന്നാലും ഒത്തിരി റൂയിൻസ് അവിടെ ഉണ്ടായിരുന്നു. യാമ അവളെ ഇടിച്ച് ആ റൂയിൻസും തകർത്ത് നിലത്തിട്ടു. വിഡ്ഢി! ലൂഫി ഈ സമയം ആ വലിയ ഗുഹയ്ക്കുള്ളിൽ കൂടി നടക്കുമായിരുന്നു. എത്ര നടന്നിട്ടും അവന് പുറത്തേക്കുള്ള വഴി കാണാൻ പറ്റിയില്ല. അവൻ പിന്നെയും നടന്നു. ചോപ്പർ അടി കൊണ്ട് അവശനായി കിടന്നു. ഗഡാഡ്സു അവിടേക്ക് വന്നു. അപ്പോൾ ചോപ്പർ ഗഡാഡ്സുവിന്റെ കാൽ ശ്രദ്ധിച്ചു. അവന്റെ കാല്, നിന്റെ വീക്ക് പോയിന്റ് ഞാൻ കണ്ടു. നല്ലതുപോലെ മുറിവേറ്റിരുന്ന ചോപ്പർ വാക്ക് പോയിന്റിലേക്ക് രൂപം മാറി. നിനക്ക് നടക്കാനാകുമോ? ചോപ്പർ ഗഡാഡ്സുവിന് നേർക്ക് നടന്നു. എന്റെ കാലുകള് ഉറയ്ക്കുന്നില്ല. റമ്പിൾ ബോളിന്റെ വീര്യം തീരാറായി. അവൻ ഏന്തി വലിഞ്ഞ് നടന്നു ചെന്ന് ഗഡാഡ്സു എന്ന കെട്ടിടത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയിട്ട് ഗഡാഡ്സുവിന്റെ കാലിൽ പിടിച്ചു. എടാ പന്ന, നീ എന്നാടാ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഗഡാഡ്സു ചോപ്പറിനെ ചവിട്ടി നിലത്തിട്ടു. എന്നിട്ട് സ്വാം ക്ലൗഡ് ബർഗർ കൊണ്ട് ആക്രമിക്കാൻ ഒരുങ്ങി. ഞാൻ എപ്പോഴും പേടിച്ചോടുന്നത് കൊണ്ടാ എന്നെ എല്ലാവർക്കും സംരക്ഷിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അവരെന്നെ ആശ്രയിക്കാത്തത്. ഒരു കടൽക്കൊള്ളക്കാരൻ എന്ന എന്റെ ഈ ജീവിതം ഞാനിപ്പോ ഇവിടെ വെച്ച് തുടങ്ങും. ഗഡാഡ്സു ആക്രമിച്ചു. ചോപ്പർ അത് പെട്ടെന്ന് ഉയർന്നു ചാടി ഒഴിവാക്കി. മണ്ടൻ! ആകാശവും എന്റെ ഏരിയയാണ്. ആരും നിനക്ക് മനസ്സിലായില്ലേ? വാടാ! ഗഡാഡ്സ് മുകളിലേക്ക് പറന്നു. എന്നാൽ ഒരു കാലിലെ ഷൂ ഇല്ലാത്തത് കാരണം അവൻ ആകാശത്ത് കിടന്ന് വട്ടം കറങ്ങി. അവരെന്റെ ഷൂ ഊരി മാറ്റിയു. എന്നാലും വട്ടം കറങ്ങിയാണെങ്കിലും ഗഡാഡ്സ് ചോപ്പറിന് നേർക്കാണ് ചെന്നത്. എടാ പന്ന, തനിക്ക് ശരിയാക്കി തരാടാ എന്ന് ചോപ്പർ അലറി. കുരയ്ക്കും പട്ടി കടിക്കില്ല. ഗഡാഡ്സ് ജെറ്റ് പഞ്ച് കൊണ്ട് ആക്രമിച്ചു. എന്നാൽ ആ പഞ്ച് ചോപ്പറിന്റെ മുഖത്തിന് ജസ്റ്റ് വിരസിയാണ് പോയത്. മനസാന്നിധ്യം പോയത് കാരണം എനിക്ക് മന്ത്രയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു എന്ന് ഗഡാഡ്സു. ചോപ്പർ ഉടനെ ആം പോയിന്റിലേക്ക് മാറി. എന്നിട്ട് ശക്തമായി ഗഡാഡ്സുവിനെ ഇടിച്ചു. ഗഡാഡ്സുവിന്റെ നെഞ്ചത്ത് തന്നെയാണ് ആ ഇടി കൊണ്ടത്. കരഞ്ഞുകൊണ്ട് നിലത്ത് വന്നു നിന്ന ചോപ്പർ ഇപ്പോ ഞാനും കടൽക്കൊള്ളക്കാരനാണേ എന്ന് ഉറക്കെ അലറി. പിറകെ ഗഡാഡ്സുവും വന്ന് നിലം വരിച്ചു. അവൻ വന്ന് വീണത് ചതുപ്പ് മേഘത്തിലും. ഗഡാഡ്സ് മുങ്ങാൻ തുടങ്ങി. എന്നാലും ഗഡാഡ്സ് കിടന്ന് അനങ്ങാൻ തുടങ്ങി. അയാൾക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു. ഞാൻ എന്നാ മണ്ടനാ, ആ തനുക്കി എന്നെ ഇടിച്ചിട്ടു. തിരിച്ചു കയറി വരലേ, മുങ്ങു എന്ന് ചോപ്പർ മുകളിൽ നിന്ന് അലർന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഗഡാഡ്സുവിന്റെ ഒരു കാലിലെ ഷൂവിലെ ഡയൽ ഓണായിട്ട് അവൻ അതിനകത്തേക്ക് പോയി. മണ്ട അറിയാണ്ട് ചെയ്തതാണ്. യോഷ്, ഞാൻ ശരിക്കും ഇങ്ങനെ തോപ്പിച്ച് ചോപ്പറിന് വിശ്വസിക്കാനായില്ല. ഈ കാര്യം ഒരു വേവറിൽ കയറി അപ്പർ യാർഡിലേക്ക് വന്നുകൊണ്ടിരുന്ന ഐസ മന്ത്രം ഉപയോഗിച്ച് അറിഞ്ഞിരുന്നു. ഒരു പുരോഹിതന്റെ ശബ്ദം കൂടി അപ്രത്യക്ഷമായിരിക്കുന്നു. എന്നാൽ അവള് വന്ന വേവർ പകുതിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല. പെട്ടെന്നൊരു ആകാശസ്രാവ് വന്ന് വേവർ ആക്രമിച്ചു. ഐസ കഷ്ടിക്ക് രക്ഷപ്പെട്ടു. അപ്പോഴാണ് ദൂരെ നിന്ന് എന്തോ ഒരു പിപിയുടെ സൗണ്ട് അടുത്തോട്ട് വരുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അത് പഗായയും കോനിസും പഗായയുടെ വേവറിൽ വരുന്നതായിരുന്നു. അവരുടെ കിടിലൻ വേവറിൽ പറന്നു വന്ന പഗായയും കോനിസും സ്രാവ് ആക്രമണത്തിൽ നിന്നും ഐസയെ രക്ഷിച്ചു കൊണ്ടുപോയി. ജസ്റ്റിനാ രക്ഷപ്പെട്ടത്. സേഫാ, നീ ഒരു ശാന്തിയൻ കുട്ടിയല്ലേ എന്ന് കോനിസ് ചോദിച്ചു. ഐസ പെട്ടെന്ന് ഡിഫെൻസീവായി. അയ്യോ പേടിക്കണ്ട, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഷാൻഡോറയിലെ പോരാളിയാണ്. സ്കൈപ്പിയന്മാരെ എനിക്ക് പേടിയില്ല. എന്നാൽ സു അവളെ തൊട്ടുരുമിയപ്പോ ഐസ ഞെട്ടിപ്പോയി. ഇവളുടെ പേരാണ് സു. ഇവൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നേ എന്ന് കോനിസ് പറഞ്ഞു. സു ഉണ്ടായിരുന്നത് കൊണ്ട് ഐസയുടെ മനസ്സൊന്ന് അലിഞ്ഞു. എന്റെ പേര് കോനിസ്. ഹെസു, എന്റെ പേര് പഗായ. എന്നോട് ക്ഷമിക്കണം. എന്താണ് നിന്റെ പേര്? കോനിസ് ചോദിച്ചു. എന്റെ പേര് ഐസ. പിന്നെ എന്നെ നിങ്ങൾ രക്ഷിച്ചതേ ഉള്ളെന്ന് എനിക്ക് അറിയാം. എന്നാലും എന്നെ അപ്പർ യാർഡിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പേരുടെ ശബ്ദം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാ, ദൂരത്തുള്ള ശബ്ദം എനിക്ക് കേൾക്കാനാവും. ഒത്തിരി ശബ്ദങ്ങൾ, ഐസ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞങ്ങളും അപ്പർ യാർഡിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് അപ്പർ യാർഡിലുള്ള ബ്ലൂസി ആൾക്കാരെ രക്ഷിക്കണം എന്ന് കോനിസ്. ആ കപ്പലിലുള്ള ആൾക്കാരാണോ എന്ന് ഐസ ചോദിച്ചു.
അവർ കാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഐസ. അവരുടെ കപ്പൽ എവിടെയാണെന്ന് നിനക്ക് അറിയുമോ എന്ന് കോനിസ് ചോദിച്ചു. ആ, അങ്ങനെ അവർ ഗോയിങ്മേരയുടെ അടുത്തേക്ക് കുതിച്ചു. ചോപ്പർ ക്ഷീണിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവസാനം ഞാനൊരു പൈലറ്റായി. ഇനി ബാക്കിയുള്ളവരെ തിരയുന്നതിന് പകരം സ്വർണം തിരയാം. അവരെ എല്ലാം ഞാൻ അത്ഭുതപ്പെടുത്താൻ പോവാണ്. ആർക്കറിയാൻ, ചിലപ്പോ എല്ലാവരും അവിടെ എത്തിക്കാണും. പരിക്കേറ്റിട്ടുണ്ടെങ്കിലും കമാക്കരി അത് വകവയ്ക്കാതെ മിൽക്കി റോഡിൽ കൂടി മുന്നേറുകയായിരുന്നു. അപ്പോൾ അവർ മേഘങ്ങളാൽ മൂടപ്പെട്ട ജയന്റ് ജാക്ക് എന്നറിയപ്പെടുന്ന അപ്പർ യാർഡിൽ കൂടി മുകളിലേക്ക് വളർന്നു പോകുന്ന വലിയ വള്ളിയുടെ അടുത്തെത്താറായിരുന്നു. ഷാൻഡോറയുടെ റൂയിൻസിന്റെ അടുത്ത്. എനറു അതിന്റെ മുകളിലാണ്. പെട്ടെന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഗറില്ലയുടെ അലർച്ച കേട്ട് കമാക്കിരി നിന്ന് തിരിഞ്ഞു നോക്കി. നീ വിളിച്ചു, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിനക്കെന്തെങ്കിലും വേണോ? എനറു കരിഞ്ഞ ഗറില്ലയുടെ ശരീരവുമായി അവിടെ പ്രത്യക്ഷപ്പെട്ടു. കമാക്കിരി എന്ന ഷാൻഡോറയിലെ യോദ്ധാവേ. എനറു, നശിച്ചവനെ, ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയുമോ? ഞാൻ ദൈവമാണ്. ഞാൻ ഇവിടെ എന്തിനു വന്നു എന്നോർത്ത് നീ അതിശയിക്കുന്നുണ്ടായിരിക്കാം. മന്ത്ര, എനറു അട്ടഹസിച്ചു. നിന്റെ മുഖം വായിച്ചെടുക്കാൻ എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല. സാധാരണ എനിക്കൊന്നും നേരിട്ടിറങ്ങി വന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഞാനും ഈ സർവൈവൽ ഗെയിമിലെ ഒരു മത്സരാർത്ഥിയാണ്. അതും കൂടാതെ ഞാൻ വൈകാതെ തന്നെ ഈ നാട് വിട്ടു പോകും. ശരിക്കും ഞാനിപ്പോൾ ഗാൻഫാളിനോട് യാത്ര പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു ഗെയിമായിട്ടാണോ നീ കാണുന്നത്? കമാക്കി അരിശപ്പെട്ടു. നിനക്ക് ശരിക്കും എന്നെ കൊല്ലണമെന്നുണ്ടല്ലോ. ശരി, ഒരു യോദ്ധാവെന്ന നിലയ്ക്ക് നീ ചെയ്തതിനെല്ലാമുള്ള സമ്മാനം ഞാൻ തരാം. ദൈവത്തിന്റെ ദാനധർമ്മം പോലെ. 5 മിനിറ്റ് എങ്ങനെയുണ്ട്? ഞാനിവിടെ 5 മിനിറ്റ് നേരം വെറുതെ ഇരിക്കാം. നിന്റെ ആക്രമണങ്ങളൊന്നും ഞാൻ ഒഴിഞ്ഞു മാറത്തുമില്ല, തിരിച്ചക്രമിക്കത്തുമില്ല. വന്നൊന്ന് ശ്രമിച്ചു നോക്ക്. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ദൈവം എന്താണെന്ന് നീ തിരിച്ചറിയും. പ്രകോപനത്തിൽ അരിശം കയറിയ കമാക്കിരി എനലിന് നേർക്ക് ക്ലൗഡ് ഡയൽ എറിഞ്ഞിട്ട് അതിൽ കയറി കുതിച്ചു. കൊട്ടോരി, ഹൊട്ടോരി എന്നിവരെ നാമി ആക്രമിച്ചെങ്കിലും അവർ ഒഴിഞ്ഞു മാറി. എന്നിട്ട് അതിലൊരുത്തൻ അവശനായി കിടന്ന ഉസോപ്പിനെ ചവിട്ടിത്തെറിപ്പിച്ചു. അവർ സാഞ്ചിയെയും ഉസോപ്പിനെയും ചവിട്ടിത്തെറിപ്പിച്ച് അമ്മാനമാടി കളിച്ചു. നിർത്താൻ പറഞ്ഞ് നാമി അലറി വിളിച്ചു. ഇല്ലല്ലോ, ഇവന്മാരാ ഞങ്ങളുടെ ചേട്ടനെ കൊന്നത്, പഴി വാങ്ങും. നാമി ഒന്നുകൂടി വന്ന് അറ്റാക്ക് ചെയ്തെങ്കിലും അവർ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് ഇമ്പാക്ട് കൊണ്ട് ആക്രമിക്കാൻ കൈപ്പത്തി നാമിയുടെ മുഖത്ത് വെച്ചു. അയ്യേ, ഇതെന്തുവാ? ഇത് ഞാൻ ഫ്ലേവർ ഡയലിൽ സൂക്ഷിച്ചതാ. അപ്പോൾ ഇവരുടെ കയ്യിൽ 4 തരത്തിലുള്ള ഡയലുകളുണ്ട്. ശരിയാണല്ലോ. ആക്സ്, ഫ്ലെയിം, ഇമ്പാക്ട്, ഫ്ലേവർ. ഓർത്ത് വെച്ചോ, ഞങ്ങളെ രണ്ടിനെയും തിരിച്ചറിയാൻ ഒരു വഴിയില്ല. ഏതാണോ ഹൊട്ടോരി, ഇതിലേതാണോ കൊട്ടോരി, ഏത് കയ്യിൽ എന്താണോ? അവരുടെ കയ്യിൽ എന്താണെന്നുള്ളത് നമ്മൾക്കറിയാം. ഇനി പാഴാക്കാൻ സമയമില്ല എന്ന് ഗാൻഫാള്. ആരാണെങ്കിലും എനിക്കൊരു ചുക്കുമില്ലെന്ന് നാമി എന്നിട്ട് ടൈഫൂൺ കൊണ്ട് ആക്രമിക്കാൻ ക്ലൈമാക്ടാക്ട് മുന്നോട്ടെറിഞ്ഞു. പക്ഷെ അവന്മാർ അത് ഒഴിഞ്ഞു മാറി. എന്നാൽ ഗാൻഫാൾ ആക്രമിക്കാൻ മുന്നോട്ട് വന്നു. അത് കണ്ട രണ്ടിലൊരാൾ ഗാൻഫാളിനെ ആക്രമിക്കാൻ കൈ നീട്ടി. ഗാൻഫാൾ ഉടനെ തന്നെ തുണി കൊണ്ട് അവന്റെ കൈ തടഞ്ഞു. അയ്യേ, പറ്റിച്ചേ. ഫ്ലെയിമാണോ പ്രതീക്ഷിച്ചേ? അതെന്റെ വലത്തെ കയ്യിലാന്ന് പറഞ്ഞവൻ ഗാൻഫാളിനെ ഫ്ലെയിം കൊണ്ട് ആക്രമിച്ചു. അപ്പോൾ ഗ്യാസും തീയും കത്തി ഗോയിങ്മറിൽ ഒരു സ്ഫോടനം തന്നെ നടന്നു. പുക മാറിയപ്പോൾ ഗാൻഫാൾ നിന്നിടത്ത് അയാളില്ല. സ്ഫോടനത്തിൽ പറന്നുപോയോ? എന്നാൽ ഗോയിങ്മറിയുടെ വക്കിൽ തൂങ്ങിക്കിടന്ന ഗാൻഫാള് അകത്തേക്ക് ചാടി വന്നു. എന്നിട്ട് ഉടനെ തന്നെ കുതിച്ചു എന്നൊരുത്തനെ ആക്രമിച്ചു. ഒട്ടോരി എന്നവൻ പറന്ന് വെളിയിൽ പോയി വീണു. അപ്പോഴാണ് നാമി എറിഞ്ഞ ക്ലൈമാക്ടാക്ക് തിരികെ വരുന്നത്. അത് സൈക്ലോൺ ടെൻപോ കൊണ്ട് രണ്ടാമത്തവനെയും ഇടിച്ച് കപ്പലിന്റെ വെളിയിൽ തള്ളി. അപ്പോൾ ക്ഷീണിതനായി വീണ ഗാൻഫാള് താഴെയുള്ള അയാളുടെ ഗോൺലെറ്റ് കൊണ്ട് അവരെ ഫിനിഷ് ചെയ്യാൻ നാമിയോട് പറഞ്ഞു. നാമി ഗോൺലെറ്റ് തിരിഞ്ഞു എന്നപ്പോൾ ടിയർ അത് കൊണ്ടുവന്ന് നാമിക്ക് കൊടുത്തു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആ ഇരുമ്പ് കയ്യുറയ്ക്ക്. അത് ബ്ലൂ സീയിലെ അയൺ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അതിനുള്ളിലുള്ള ഇമ്പാക്ട് ഡയൽ കൊണ്ട് അവരെ ആക്രമിക്കാൻ ഗാൻഫാൾ പറഞ്ഞു. പക്ഷെ ഇത്രയും വെയിറ്റുള്ള സാധനം ഉപയോഗിക്കാൻ പാടാണെന്ന് നാമി. അപ്പോഴാണ് സഹോദരങ്ങളിൽ ഒരുത്തൻ അലറിക്കൊണ്ട് ചാടി വരുന്നത്. ആദ്യം ചേട്ടൻ സട്ടോരി, പിന്നെ അനിയൻ കൊട്ടോരി. പ്രാർത്ഥിച്ചാൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല എന്ന അരിച്ചം കയറിയ ഹൊട്ടോരി അലറി. ഇവനല്ലേ ഫ്ലെയിം ഉള്ളത്? ഇവനിപ്പോ നനഞ്ഞിരിക്കുക. മാത്രമല്ല അന്തരീക്ഷത്തിൽ മുഴുവൻ ഈർപ്പവുമുണ്ട്. നാമി ഉടനെ ക്ലൈമാക്ടാക്റ്റിൽ നിന്നും ഒട്ടോരിക്ക് നേരെ കുറെ കൂൾ ബോൾ വിടാൻ തുടങ്ങി. അവന് കാര്യം പിടികിട്ടിയില്ല. നീ തീയല്ലേ ഉപയോഗിക്കുന്നത് എന്ന് നാമി ചോദിച്ചു.
തന്നെ കളിയാക്കുവാണെന്നോർത്ത് ഹൊട്ടോരി പിന്നെ മരിച്ചപ്പെട്ട് നാമിക്ക് നേരെ തീ വിട്ടു. നാമി അത് ജസ്റ്റിന് ഒഴിഞ്ഞു മാറി. ഈ ചൂടും തണുപ്പും ഈർപ്പത്തെ കണ്ടൻസ് ചെയ്യിപ്പിക്കും. അതങ്ങനെ മൂടൽമഞ്ഞാകും. പെട്ടെന്ന് അവിടാകമാനം മൂടൽമഞ്ഞ് കൊണ്ട് മൂടി. ഹൊട്ടോരിക്കൊന്നും കാണാൻ മേല. ഉടനെ മൂടൽമഞ്ഞിന്റെ ഇടയ്ക്ക് നിന്ന് ചാടി അവന്റെ മുഖത്ത് വന്നിരുന്ന നാമി ഗോൺലെറ്റ് അവന്റെ തലയിൽ വെച്ചു. എന്നിട്ട് ഇമ്പാക്റ്റ് ഏറ്റ ഹൊട്ടോരി ബോധം മറിഞ്ഞ് ഗോയിങ് മറിയിൽ നിന്നും തെറിച്ചുപോയി. നാമി ഇമ്പാക്റ്റിന്റെ റിയാക്ഷൻ കാരണം വേദന കൊണ്ട് പൊളഞ്ഞു. അവള് ഗാൻഫാളിനെ മുട്ടാൻ തെറി. അത് അധിക നേരം വേദനിക്കില്ല, നീ നല്ലതുപോലെ ചെയ്തു പെൺകുട്ടി, ഗാൻഫാൾ പറഞ്ഞു. അങ്ങനെ ആ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ക്രൂവും കപ്പലും രക്ഷപ്പെട്ടു. നിന്നെ ഐസാസാൻ എന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ? ആ ബ്ലൂസി ആൾക്കാരുടെ കപ്പൽ ശരിക്കും എങ്ങോട്ടാ പോകുന്നതെന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ? പകായ ചോദിച്ചു. ആ, വിചിത്രമായ ശക്തിയാണല്ലോ അത്. കാട്ടിലുള്ള ആൾക്കാരുടെ ശബ്ദം ഇത്രയും ദൂരത്ത് നിന്ന് കേൾക്കാമെന്ന് പറയുന്നത് തന്നെ. പക്ഷേ നീ ഓക്കെ ആണോ? നീ കുറച്ചു നേരമായി വിറയ്ക്കാൻ തുടങ്ങിയിട്ട് കോയിനസ് ഐസയോട് ചോദിച്ചു. അത് എനിക്കതിനു മുൻപ് ഇത്രയും പേടി തോന്നിയിട്ടില്ല. എല്ലാവരുടെയും ശബ്ദങ്ങൾ മാഞ്ഞു പൊക്കൊണ്ടിരിക്കുക. അവൾ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. ആ, എന്നോട് ക്ഷമിക്കണം, പെട്ടെന്ന് പോകാം കോനിസ്ഥാൻ. അവർ അപ്പർ യാർഡിലേക്ക് കുതിച്ചു. നിന്നെ താൻ എവിടെ പോവായെന്ന് നാമി ഗാൻഫാളിനോട് ചോദിച്ചു. ക്ഷമിക്കണം പെൺകുട്ടി, എനിക്ക് എനറുവിനെ പിന്തുടരണം. എന്തുവായത്? താനൊരു ലേഡിയെ ഇട്ടേച്ചും പോവാണോ? വീണ്ടും എന്നോട് ക്ഷമിക്കണം. എനറു എന്തിനാണ് ഇത്ര പെട്ടെന്ന് പ്രവർത്തന നിരതനായത് എന്നത് എന്നിൽ കൗതുകം ഉണർത്തുന്നു. ചിലപ്പോൾ ഇത് എനറു ആദ്യം സ്കൈപ്പേയിൽ വന്നപ്പോൾ എന്റെ 650 ഡിവൈൻ സ്ക്വാഡ് മെമ്പേഴ്സിനെ തടങ്കലിലാക്കിയിരുന്നു. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. എന്റെ ആളുകളുടെ ജീവൻ അപകടത്തിലായിരിക്കും. അല്ല, ഈ നാട് മുഴുവൻ അപകടത്തിലായിരിക്കും. നിനക്ക് പറക്കാനാകുമോ പിയർ സമ്മതം മൂളി. എന്നിട്ട് ഇമ്പാക്ട് ഗോൺലെറ്റ് നാമിക്ക് കൊടുത്തിട്ട് പിയറിനൊപ്പം ഗാൻഫാൾ പോയി. നാമി പിറകീന്ന് നിന്ന് പ്രാഗിയിട്ടും കരഞ്ഞിട്ടും ഗാൻഫാൾ നിന്നില്ല. അതിനുശേഷം സാഞ്ചിക്കും മുസോപ്പിനും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നാമി പോകുമ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. പകയും കോനിസും ഐസയും അവിടേക്ക് വരുന്നു. അവരെ അവിടെ കണ്ടിട്ട് നാമിക്ക് അത്ഭുതം. അപ്പൊ പോകാൻ വേണ്ടി കിടന്ന ഐസ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അവളുടെ ജീവൻ അപകടത്തിലായേക്കാം എന്ന് വെച്ച് പകായെ അതിനെ അനുവദിച്ചില്ല. ഏതായി കൊച്ചി? അവരെങ്ങനെ ഗോയിങ് മറിയിൽ കയറി. ഇതാണ് ഐസ. മാറി നിക്കടി നീലക്കടൽ നീലി, ഇല കൊന്നു കളയിഞ്ഞ ഞാൻ ശാന്തോറയിലെ പോരാളിയാ. അയിനി ഇമ്പാക്ട് ചെയ്തുകൂടി ഞാനെന്ന് നാമി. എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ വന്ന വഴിയെ നിങ്ങൾ പുറത്തു പോകൂ. മിൽക്കി ഡയൽ കൊണ്ട് ഞങ്ങൾ പുതിയൊരു നദി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലെ പോയാൽ നിങ്ങൾക്ക് വെളുവെളുത്ത കടലിൽ ചെല്ലാനാവും. ശത്രുക്കൾ കാണുന്നതിന് മുന്നേ പകായ പറഞ്ഞു. എന്നാ തനിക്ക് ശബ്ദം ഉണ്ടാക്കാതെ വരത്തില്ലായിരുന്നു? ആ ശരിയാ, നിനക്കുള്ള വേറൊരു സാധനം കൂടി എന്റെ കയ്യിലുണ്ട്. എനിക്കോ? അതൊരു വേവറായിരുന്നു. നിങ്ങൾ നീലക്കടലിൽ നിന്നും കൊണ്ടുവന്ന വേവർ ഞാൻ നന്നാക്കി. ഇത് നിനക്കുള്ളതാണ്. നാമി അത് കണ്ട് ഹാപ്പി. എന്നാലും ഈ വേവർ ഞാൻ വിചാരിച്ചതിലും അതിഭീകരമാണ്. ഇതിന്റെ പവർ അതുല്യമാണ്. എന്നോട് ക്ഷമിക്കണം. എനലും അടുത്ത് കോട്ടുവായിട്ടു. കമാക്കരി അലറിക്കൊണ്ട് ആക്രമിക്കാൻ വരുന്നു. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഓടി വന്ന കമാക്കരി എനലിന്റെ തലയിൽ കൂടി കുന്തം കുത്തി ഇറക്കി. അപ്പുറം വന്നു. എന്നാലും എനലിനൊന്നും സംഭവിച്ചിരുന്നില്ല. എന്നാൽ കുന്തത്തിൽ കൂടി കമാക്കരിക്ക് കറണ്ട് അടിച്ചു. ക്ഷമിക്കണം, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. എന്തുപറ്റി? നിനക്ക് വേദനിക്കുന്നുണ്ടോ? കമാക്കിരിക്കൂൻ, വാക്ക് തന്നതുപോലെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് നിന്നെ തോൽപ്പിക്കാനാവില്ലേ? കമാക്കിരി അവശനായിരുന്നു. അവൻ ചോര തുപ്പി. ആ അതെ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഞാൻ മിന്നലാണ്. ഒരു സാധാരണ മനുഷ്യന് എങ്ങനെ മിന്നലിനെ തോൽപ്പിക്കാനാകും? ആകാശത്തിലെ അന്തേവാസി എന്ന നിലയ്ക്ക് നീ തീർച്ചയായും ദൂരെയുള്ള മിന്നൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? പണ്ടുകാലം മുതലേ മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്ത എല്ലാ വസ്തുവിനെയും, എല്ലാ പ്രകൃതി ദുരന്തത്തെയും അതിന്റെ മേലുള്ള ഭയത്തിൽ നിന്ന് ഒളിച്ചോടാൻ അവർ ദൈവമായി കണ്ടു തുടങ്ങി. അമാനുഷികമായ പ്രതിഭാസങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തികളാണെന്നാണ് അവരുടെ വിശ്വാസം. സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യരാശിയുടെ നിയന്ത്രണത്തിന് അതീതമാണെന്ന് അവർ അംഗീകരിച്ച ദുരന്തങ്ങൾ, അതെല്ലാമാണ് ഞാൻ. ഇപ്പോൾ ദൈവം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? കമാക്കിരി ഉടനെ കുന്തത്തിൽ നിന്നും പിടിവിട്ട് പിറകിലേക്ക് പോയിട്ട് മറ്റൊരായുധം എടുത്തു. ഓ ബ്രത്തായാലോ! കമാക്കിരി ഓടി വന്ന് ആഞ്ഞു വീശിയപ്പോൾ എനറുവും അതിനപ്പുറമുണ്ടായിരുന്ന മരവും രണ്ടായി മുറിഞ്ഞു മാറി. കമാക്കിരി ഉടനെ എടുത്ത് താഴെ ഉണ്ടായിരുന്ന തന്റെ വേവറിലേക്ക് ചാടി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എനിക്ക് തുടനെ വൈപ്പറിനോട് പറയണം, ഇവനെ നേരിട്ടിട്ട് കാര്യമില്ലെന്ന്. അവൻ വെറുതെ മരിക്കത്തേയുള്ളൂ. സ്വന്തം ജീവൻ പണയം വെച്ചാലും റിജക്ട് ഡയറി കൊണ്ടുപോലും ഒന്നും ചെയ്യാനാവില്ല. കമാക്കിരി ചിന്തിച്ചു.
ഓ, നീ രക്ഷപ്പെടാൻ തീരുമാനിച്ചോ? ഇവിടുന്ന് പിൻവലിഞ്ഞ് പോയിട്ട് ചിന്തിക്കണം. ഈ അവസ്ഥയില് കൊതിച്ചു പോയ കമാക്കിരി പെട്ടെന്ന് നിന്നു. അവന്റെ മുന്നിൽ അതാ എനല് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നീ മിന്നലിനെ മറികടന്ന് ഓടാമെന്ന് വിചാരിച്ചു. നിന്റെ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്റെ ഊഴം. കമാക്കിരി തിരിച്ചോടാൻ ശ്രമിച്ചു. 1,000,000 വോൾട്ട് വാരി. മിന്നൽ പ്രഹരമേറ്റ കമാക്കിരി ബോധം പോയി നിലത്ത് വീണു. അപ്പോൾ എനല് മറ്റെന്തോ കൂടി ശ്രദ്ധിച്ചു. അപ്പോൾ തന്നെ മിൽക്കി റോഡിൽ ഉണ്ടായിരുന്ന ഡിവൈൻ സോൾജേഴ്സിനും സ്റ്റാൻഡിയന്മാർക്കും കറണ്ട് അടിച്ചു. ഐസ ഉറക്കെ നിലവിളിച്ചു പോയി. മിൽക്കി റോഡിൽ ഉണ്ടായിരുന്ന പോരാളികളെല്ലാം വീണു. മിൽക്കി റോഡിൽ കൂടി ഇലക്ട്രിസിറ്റി പോയെന്നാ തോന്നുന്നത്. ആ ഡിസ്ചാർജിന് ശേഷം 20 ശബ്ദങ്ങൾ അപ്രത്യക്ഷമായി. മണ്ടന്മാർ. 81 ആളുകളെ വെച്ച് തുടങ്ങിയ അപ്പർ യാർഡിലെ സർവൈവൽ ഗെയിമിൽ 2 മണിക്കൂർ കടന്നുപോയിരിക്കുന്നു. 56 പേർ തോറ്റിരിക്കുന്നു. ദൈവത്തിന്റെ സൈന്യത്തിലെ 13 പേർ ബാക്കി. സ്ട്രോഹാറ്റുകളിൽ 5 പേർ ബാക്കി. ശാന്തിയന്മാരിൽ 7 പേർ ബാക്കി. അങ്ങനെ മൊത്തം 25 പേർ അവശേഷിക്കുന്നു. ഞാൻ വിചാരിച്ചതിലും അധികം ആൾക്കാരുണ്ടല്ലോ. ഞാൻ പയ്യെ എന്നാൽ ഉറപ്പായും ഓരോരുത്തരെ ഡീല് ചെയ്തോളാം. അവസാനം ആർക്കായിരിക്കും എന്റെ കൂടെ വരാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്? ഇതാണോ ഗോൾഡ് നെക്ലസ്? ഞങ്ങൾ അന്വേഷിച്ചു നടന്ന സ്വർണ്ണ ഈ ഗുഹയ്ക്കകത്തായിരുന്നു. ഓപ്പ് വല്ല മന്തിക്കടയിൽ വരുന്നാ മതിയായിരുന്നു. ഞാനിത് എവിടാ?